അരിയഞ്ചക്ക കഴിച്ചിട്ടുണ്ടോ നിങ്ങള്? അരിയഞ്ചക്ക പാലാ കോട്ടയംകാരുടെ മാത്രം സ്പെഷ്യലാണെന്നാ പറയുന്നത് അരിയഞ്ചക്ക. ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു, ഇവിടെ വന്നതിന് ശേഷമാണ് അരിയഞ്ചക്ക. ചക്ക കിട്ടുമ്പോഴേ അരിയഞ്ചക്ക വെക്കുമെന്ന് എന്നോട് ചോദിക്കുന്നത്. ഇത് കണ്ടോ, ഈ അരിയഞ്ചക്ക വെക്കാനായിട്ട് ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ നമ്മൾ ചക്ക സാധാരണ നീളത്തിലല്ലേ അരിയുന്നത്, ഇതിങ്ങനെ കുറുകെ അരിയണം. അപ്പോഴാണ് ഇത് നന്നായിട്ട് കുഴഞ്ഞു വരുന്നത്. കണ്ടോ, കുഴയഞ്ചക്ക എന്നല്ല, ഇത് അരിയഞ്ചക്കയാണ് കേട്ടോ. അതിനാവശ്യത്തിനുള്ള തേങ്ങ എന്ന് പറഞ്ഞാൽ തേങ്ങ സ്വല്പം കൂടിയാൽ ഏറ്റവും നല്ലത്. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിക്കും. ഇത് നല്ല ചൂടുവെള്ളമാണ്, നല്ലപോലെ ചൂടുവെള്ളവും കരിവേപ്പിലയും നമുക്ക് ആഡ് ചെയ്യാം. ഉപ്പും കേട്ടോ, വേണ്ട ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലപോലെ ചൂടുവെള്ളത്തിലൊന്ന് നേരടി എടുക്കും ഇരിക്കുവാണേ. അപ്പോൾ ഈ ചക്കയ്ക്ക് വേണ്ട സാധാരണ നമ്മൾ എടുക്കുന്ന ചക്കയ്ക്ക് വേണ്ട പോലെ തന്നെ വെള്ളം ഒരു സ്വല്പം കൂടെ കൂടിയാലും കുഴപ്പമില്ല. കാരണം നന്നായിട്ട് വേഗണം ചക്ക. കുറച്ച് നമുക്ക് സ്വന്തം നല്ല കരിവേപ്പില ഉണ്ടല്ലോ, പിന്നെ നമ്മൾ എന്തിനാ കരിവേപ്പില ഇടാതിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒഴിക്കാം. ഞാൻ എപ്പോഴും ഉപ്പ് നീരെ, ഉപ്പിന്റെ പൊടി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഉപയോഗിക്കുന്നത്. എനിക്ക് ഉപ്പ് കല്ലുപ്പ് നമ്മൾ കലക്കിയിട്ട് ഒഴിക്കുന്ന ഇഷ്ടം. അപ്പോൾ ഇത് ഒഴിക്കുവാണേ. ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് ഫുൾ തീയിൽ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കും. ചക്ക വെന്തോ നോക്കാം. കണ്ടോ, ഏതാണ്ട് ഒരു 8-9 മിനിറ്റായി. നന്നായിട്ട് ചക്ക വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ വെള്ളം പറ്റിയോന്ന് നമ്മൾ ആദ്യം ഒന്ന് നോക്കാം. നമുക്ക് കണ്ടോ, കറക്റ്റായിട്ട് നിൽക്കുക, ഇങ്ങനെ നിൽക്കുക. നമുക്കിനിയും ഇളക്കാം. ഇളക്കുന്നതിന് പ്രത്യേകതയുണ്ട് ഇതിന്. അതെ, ഇങ്ങനായിട്ട് ഇളക്കണ്ടേ. ഇതാണ് എൻ്റെ സ്റ്റൈല്. കണ്ടോ, നമ്മുടെ പഴയ തുടുപ്പാ. കണ്ടോ, കാലുകൊണ്ട് ഇതിങ്ങനെ നന്നായിട്ട് ഒരു തുണി കൂട്ടി ചൂടോടുകൂടി ചവിട്ടി പിടിച്ചേക്കും. എന്നിട്ട് ഇളക്കട്ടില്ലേ, ഇവർക്കൊക്കെ ആയി തിന്നാൻ വലിയ കൊതി. ഇങ്ങനെ നല്ല ശക്തിയോടുകൂടി വേണം ഇത് ഇളക്കാൻ. ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടോ, കറി എന്താന്ന് കാണണോ? ഇതിന്റെ കറി എന്ന് പറയുന്നത് നമ്മുടെ ബീഫ് കറിയാണ്. നല്ല തിക്ക് ഗ്രേവിയുള്ള ബീഫ് കറി ഇതിനകത്തേക്ക് നന്നായിട്ട് ഒഴിക്കും. സ്വല്പം ഞാൻ തേങ്ങ വറുത്തരച്ച കറിയായതേ. അപ്പൊ ഈ കറിയും ചക്കയും കൂടെ ചേർത്താണ് ഇന്നത്തെ. ഒരു കൊച്ചു കുഴി നടുക്കുണ്ടാക്കിയിട്ടാണ് സാധാരണ ഇതിന്റെ ഗ്രേവി ആഡ് ചെയ്യുന്നത്. ഇത് കഴിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ചുമ്മാ ചക്കപ്പുഴുക്ക് തിന്നുന്നതല്ല, ഇങ്ങനെ കുറച്ചെടുത്ത് നല്ലതുപോലെ ഈ ഗ്രേവിക്കകത്തിട്ട് ഇളക്കി, നല്ലപോലെ ഇളക്കി ഒരു പോത്തിൻ്റെ കഷ്ണമൊക്കെ വെച്ച് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒന്ന് കഴിച്ച് കാണിക്കണോ? വേണ്ടല്ലോ, കഴിച്ചേക്കാം. കറി കൂട്ടി കഴിക്കാന്നുള്ളതല്ലോ, അടിപൊളിയാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ.